ദൈവസന്നിധിയിൽ പല ടൈം സോണിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. और बड़े खुशी के साथ प्रभु की उपस्थिति में विभिन्न समय की सीमा में रहकर प्रभु की आराधना स्तुति करने वालों के लिए जय मसीह की। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് തന്നു. बहुत एक आशीषित एक आराधना प्रभु ने हमें दिया है। ദൈവത്തിന്റെ അഭിഷിക്തനെ ദൈവം വീണ്ടും ശക്തിയോടെ ഉപയോഗിക്കട്ടെ. परमेश्वर के अभिषेक दास को प्रभु और सामर्थ्य के साथ उपयोग करने के लिए। നല്ല വീഡിയോ ക്ലാരിറ്റി, നല്ല വോയിസ് ക്ലാരിറ്റി. എനിക്ക് പാസ്റ്റർ നമ്പർ ഒന്ന് തരണം, അത് ബന്ധപ്പെടാൻ. നമ്മുടെ ചർച്ചിലും അതുപോലെ ഒന്ന് വീഡിയോയും ഓഡിയോ എല്ലാം നല്ല ക്ലാരിറ്റിയിലോട്ട് വിടാനായിട്ട് സജഷൻസ് വേണം. ദൈവം എന്തായാലും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. और उनका अच्छा वीडियो का क्लैरिटी था और अच्छे आवाज भी थे उनके। हम संपर्क करना चाहेंगे। प्रभु आपको बहुत आयत से आशीष देने पाए। നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാണ്. हमारा परमेश्वर हमारा शरण स्थान और हमारा बल भी है। പാടിയതുപോലെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, കൈവിടാതെ. और जैसे गीत में गाया गया, वे हमेशा हमारा साथ है, वो कभी हमारी हाथों को नहीं छोड़ता है। ഈ സമയവും നമ്മുടെ നടുവിലുണ്ട്. और इस वक्त भी वो परमेश्वर हमारे मध्य में उपस्थित है। അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ഏറ്റെടുക്കാം. थोड़ा समय हम अपने ध्यान प्रभु के वचन की ओर लेकर जाएंगे। प्रभु की आत्मा जो हमसे बात करना चाहते हैं उस विषय के लिए हम अपने ध्यान को लेकर चलेंगे। ചില ദിവസങ്ങളായി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ നാം ലിമിറ്റഡ് ബ്ലെസ്സിങ്ങിൽ നിന്നും അൺലിമിറ്റഡ് അനുഗ്രഹത്തിലേക്ക് നാം കയറണം. और कई दिनों से प्रभु की आत्मा मुझसे व्यक्तिगत रूप से इस प्रकार से बात कर रहे थे। उसमें ये विषय है कि हमारे जीवन में सीमित आशीषों को छोड़कर अनगिनत आशीषों की ओर हमारा ध्यान को हमें ले चलना है। പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. और जो परमेश्वर जो हमें बिना सीमा रखकर आशीष करता है उसी प्रभु की ओर हमारे ध्यान को लेकर चलना है। ആരാധനയിലും ദേവദാസൻ അത്തരത്തിലുള്ളൊരു ടോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആരാധന അവസാനിപ്പിച്ചത്. और आराधना के वक्त में भी प्रभु के दास ने ऐसी एक समझ को रखकर आराधना को उन्होंने समाप्त किया था। വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. और विश्वास की पूर्ति करने वाला और विश्वास का नायक वो यीशु की ओर हमारे ध्यान को लेकर चले। നമ്മുടെ ജീവിതയാത്രയിൽ അൺലിമിറ്റഡ് ആയുള്ള ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നത് ആ ദൈവത്തിൽ നിന്നാണ്. और हमारे जीवन में ये बात को ध्यान रखना है कि असीमित आशीषों को प्राप्त करने का जरिया वो परमेश्वर की ओर से ही है। അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടി മറ്റുള്ളവരിൽ നിന്നും മാറ്റി നാം ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ദൃഷ്ടി ഉയർത്തണം. इसलिए हमारी दृष्टिकोण या हमारी आंखें जो हैं दूसरों की ओर जो लगे हुए अवस्थाओं से हटाकर परमेश्वर की ओर हमें उसी को टिकाना है। മാനുഷികമായി നമുക്ക് ലഭിക്കുന്ന നന്മകൾക്ക് പരിമിതികളുണ്ട്. मानसिक रूप से मिलने वाली जो सहायताएं हैं उसकी कई सीमाएं होती हैं। എന്നാൽ ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന നന്മകൾക്ക് പരിധിയില്ല. लेकिन परमेश्वर की ओर से यदि हमें कोई आशीष प्राप्त होती हैं तो उसी में कोई भी सीमा नहीं रहता। എപ്പോഴും നാം ചോദിക്കുന്നതിനേക്കാളും അധികമായിട്ടാണ് സ്വർഗത്തിൽ നിന്നും ദൈവം അനുഗ്രഹിക്കുന്നത്. हमेशा याद रखना है कि हम जो मांगते हैं उससे भी अधिक रूप से परमेश्वर हमें स्वर्ग से आशीष देता है। മാനുഷിക നന്മകൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത്, പലപ്പോഴും പലരും തരാറുള്ളത് അളന്നു കുറിച്ചാണ് തരാറുള്ളത്. जब मनुष्य की ओर से जब लोग हमें सहायता करती हैं या कोई भी प्रकार की आशीषों को देते हैं तो वे उसे एक सीमा में या उसी का नाप तोल कर हमें वो देता है।
എന്നാൽ സ്വർഗീയ നന്മകൾ ദൈവം നമ്മുടെ മേൽ ചൊരിയുമ്പോൾ അളവ് കൂടാതെ അളവില്ലാതെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. लेकिन स्वर्गीय आशीषों को जब परमेश्वर हमें प्रदान करता है तो बिना कोई सीमा रखते हुए वे अनगिनत आशीषों को वो हमें देता है। കൂടപ്പിറപ്പുകൾ രക്തബന്ധുക്കൾ നമ്മെ സഹായിക്കുമ്പോൾ കണക്ക് പറഞ്ഞാണ് തരുന്നത്, അല്ലെങ്കിൽ കണക്ക് പറഞ്ഞവർ തിരിച്ചും ചോദിക്കും. എന്നാൽ ദൈവം തരാൻ തുടങ്ങുമ്പോൾ കണക്കില്ലാതെയാണ് ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. जब हमारे सगे संबंधी, जब हमारे रिश्तेदार जब हमें आशीष देता है या कोई भी प्रकार से मदद करता है तो वे हिसाब किताब को रखते हैं, बाद में उसे मांगने लग जाते हैं। लेकिन जब हमारा परमेश्वर जब हमारे जीवन में हमें सहायता करता है तो वो कोई भी हिसाब नहीं रखता, अनगिनत आशीषें या सहायता वो हमारे जीवन में प्रदान करता है। ജഡരക്തങ്ങൾ നമ്മെ സഹായിക്കുമ്പോൾ കൂട്ടിയും കിഴിച്ചുമാണ് അവർ സഹായിക്കുന്നത്. എന്നാൽ ദൈവം തരാൻ തുടങ്ങുമ്പോൾ അൺലിമിറ്റഡായി, അതിരുകൾ വയ്ക്കാതെ, അളവുകൾ കുറയ്ക്കാതെ, അബണ്ടന്റായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. और जब रिश्तेदार या हमारे सगे संबंधी जब हमारी जीवन में जब हमें सहायता करते हैं तो वे लोग हमें कई प्रकार की सीमा को रखकर जब हमें सहायता करे, हमें जब परमेश्वर हमारी सहायता करेगा तो वो बिना कोई सीमा रखते हुए वे भरकर हमारे जीवन में आशीषों से हमें भरता है। ഈ ദൈവിക അനുഗ്രഹം ഇന്ന് പകൽ നമ്മുടെ മേൽ ചൊരിയപ്പെടേണ്ടതിന്, ഇന്നു മുതൽ അത് നിന്നുപോകാതെ നമ്മുടെ മേൽ ഒഴുകേണ്ടതിന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. और यही आशीषें आज से हमारे जीवन में लगातार चलते रहने के लिए बिना रुके वे आशीषें हमारे जीवन में आते रहने के लिए प्रभु के वचन की ओर हमारे ध्यान को हम लेकर चलेंगे। കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. कुलोसियों की पत्री 3रा अध्याय उसके पहली आयत को हम पढ़ें। ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. यहाँ पर वचन इस प्रकार लिखा है कि अतः जब तुम मसीह के साथ जिलाए गए तो स्वर्गीय वस्तुओं की खोज में रहो जहां मसीह विद्यमान है और परमेश्वर की दाहिनी ओर बैठा है। ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു ദൂതാണ്. और यीशु मसीह के साथ जी उठे हुए लोगों के लिए एक संदेश है ये। ആരാണ് യേശുവിനോട് ഉയർത്തെഴുന്നേറ്റത്? कौन है वे जो यीशु मसीह के साथ जी उठाए गए हैं? 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ കാണുന്നു. दूसरा अध्याय उसके 12वें आयत की ओर हम जाएं तो वहां पर ये बात को दिखाई देता है। സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. वचन इस प्रकार लिखा है कि और उसी के साथ बपतिस्मा में गाड़े गए और उसी में परमेश्वर की सामर्थ पर विश्वास करके जिसने उसको मरे हुओं में से जिलाया उसके साथ जी भी उठे हैं। അപ്പോ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ അടക്കപ്പെട്ടു. तो यहाँ पर वचन हमें बताता है कि यीशु मसीह की आज्ञाओं को पालन करने वाला एक एक व्यक्ति यीशु मसीह के साथ गाड़े गए हैं। ആ മരണം കൊണ്ട് അവരുടെ ജീവിതം അവസാനിച്ചില്ല. और उस मृत्यु के साथ उनका जीवन वहां खत्म नहीं होती। വെള്ളത്തിനടിയിൽ നിന്നും പൊങ്ങി വന്നതുപോലെ മരണത്തിൽ നിന്നും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. और जैसे पानी के सतह में से वे जैसे बाहर आते हैं वैसे मृत्यु आमीन होकर वे यीशु मसीह के साथ जी उठकर बाहर आते हैं। യേശുവിനെ സ്വന്തരക്ഷിതമായി സ്വീകരിച്ചു. സ്നാനപ്പെട്ടതോടെ ആ വ്യക്തി പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. यीशु मसीह को अपना जीवन का उद्धारकर्ता के रूप में स्वीकार करते हुए बपतिस्मा लेने के बाद प्रभु का वचन हमें बताता है कि वो व्यक्ति एक नया सृष्टि बनकर बाहर आता है। പഴയതെല്ലാം കഴിഞ്ഞുപോയി.
और पुरानी जो भी बातें हैं वे सब बीत चुके हैं പഴയ സ്വഭാവങ്ങളെല്ലാം കുഴിച്ചിടപ്പെട്ടു. और पुरानी स्वभाव जो थे वे सब गाड़े गए हैं. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. यीशु मसीह में एक नई सृष्टि बनकर वे अब बाहर आए हैं. ആ വ്യക്തികളോടുള്ള ദൈവിക ദൂതാണ്, നിങ്ങൾ ഇനി അന്വേഷിക്കേണ്ടത് ഭൂമിയിലുള്ള നന്മകളല്ല, ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളല്ല, ഉയരത്തിലെ സ്വർഗത്തിലെ നന്മകൾ. और ऐसे जी उठे हुए लोगों को प्रभु का वचन यहाँ पर ये बात को बताकर देता है कि ऐसे जी उठे लोग अब से लेकर संसार में पाए जाने वाले वस्तुओं की ओर खोज ना करते हुए स्वर्गीय वस्तुओं की खोज में लगे रहना है. കാരണം ഈ ഭൂമിയിൽ നിന്ന് ലഭ്യമാകുന്ന നന്മകൾക്കെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്, പരിമിതികളുണ്ട്. कारण इस पृथ्वी में जो भी आशीषें या भलाई हमारे जीवन में हमें जो मिलती हैं उन सब का एक सीमा होता है. വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവിക ജനമെല്ലാം അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഓരോ വ്യക്തികളോടും ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. और जो लोग बुलाकर अलग किए हुए हैं वे लोगों से सब परमेश्वर का वचन यही बात का एक आग्रह करता है कि आप सब लोग जो बुलाए गए हैं वे स्वर्गीय वस्तुओं की खोज में रहना है. ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ അവിടെ ലിമിറ്റേഷൻ ഇല്ല. और जब वे लोग स्वर्गीय चीजों की खोज में जब लगे रहेंगे वहां पर कोई भी प्रकार की सीमाएं नहीं है. നാം പാർക്കുന്ന ഈ ഭൂമി ശപിക്കപ്പെട്ടതാണ്. हम जिस पृथ्वी में आज रहते हैं वे श्रापित किए गए हैं. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മഞ്ഞപ്പെട്ടു പോയപ്പോൾ അവനെ നോക്കി പറഞ്ഞു, നീ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. और परमेश्वर के द्वारा सृष्टि किया गया मनुष्य जब परमेश्वर का अनुसरण नहीं किया तो परमेश्वर ने मनुष्य को देखकर इस प्रकार से ये बात को कहा कि तेरे द्वारा इस पृथ्वी जो है श्रापित की गई है. അനുഗ്രഹിക്കപ്പെട്ടതായ ഭൂമിയിൽ നിന്ന് പിന്നെ വളരുന്നത് മുള്ളും പറക്കാരയും. और ऐसे आशीषित किया गया इस पृथ्वी में उसके पश्चात वचन कहता है कि सब प्रकार की काटिले झाड़ और ऐसे एक उन कटारों का एक अवस्था वहां पर दिखाई देता है. ജീവിതം ആസ്വദിച്ചു കൊണ്ടിരുന്ന വ്യക്തി പിന്നെ ഭക്ഷണം കഴിക്കുന്നത് വിയർപ്പോടെ. और बहुत सारी आशीषों को अनुभव करने वाला मनुष्य उसके पश्चात अपना भोजन पसीना बहाकर वे किया करते थे. അമ്മമാര് പ്രസവിക്കുന്നത് പിന്നെ വേദനയോടെ. और उसके पश्चात वचन कहता है कि माँ जो अपने बच्चे को जन्म देती हैं तो बड़े दर्द के साथ वो जन्म देती थी. അങ്ങനെ ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ വരാനില്ല, എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. और ऐसे श्रापित किया गया इस पृथ्वी में बहुत सारी आशीषें आने के लिए नहीं है, यदि आए तो उसका भी एक सीमा रहती है. എന്നാൽ ഈ ഭൂമിയിൽ നാം വസിക്കുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. और जब हम इस पृथ्वी में रहते हैं तो परमेश्वर हमारे जीवन से यही इच्छा करता है कि हम स्वर्गीय वस्तुओं की खोज में रहें. അവിടുത്തെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുമ്പോൾ നിങ്ങളുടെ ശാപം അനുഗ്രഹമായി മാറും. और जब हम स्वर्गीय वस्तुओं की खोज में रहेंगे तो हमारे जीवन में जो आमीन जो श्राप हैं वो आशीष के रूप में बदल जाएंगे. സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുമ്പോൾ നിങ്ങൾ പാർക്കുന്ന മണ്ണ്, നിങ്ങൾ പാർക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. और जब हम स्वर्गीय आशीषों के खोज में रहते हैं तो जहां हम रहते हैं जिस ठिकाने में हम रहते हैं वहां की जो मिट्टी है वे आशीष में रूप में बदल जाएंगे. അത്തരത്തിൽ നിന്നുപോകാത്ത അനുഗ്രഹം സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് ദൈവം പറയുന്നു, സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കും. और ऐसे करने वालों के जीवन में परमेश्वर का वचन जैसे बताया जाता है कि तुम्हारे यहाँ जो जगह है वे काफी नहीं रह जाएगा, ऐसी आशीषें प्रभु आपको देंगे. ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ ദൈവം പറയുന്നു, ആ കിളിവാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും.
और जब हम स्वर्गीय वस्तुओं की खोज में रहते हैं तो स्वर्ग का परमेश्वर हमसे इस प्रकार कहता है कि आकाश के किवाड़ों को तुम्हारे लिए खोल दिया जाएगा। ഈ പ്രഭാതത്തിലും ദൈവമുഖം അന്വേഷിച്ചു വന്ന ഓരോ വ്യക്തികളെ നോക്കിയും ഞാൻ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ കിളിവാതിൽ തുറക്കും. आज सुबह के समय में परमेश्वर के चेहरे को निहारने के लिए आए हुए एक एक लोगों के ऊपर मैं भविष्यवाणी के रूप में कहना चाहता हूं कि परमेश्वर आप में से एक एक को स्वर्गीय आशीषों से भरना चाहता है। ദൈവദാസൻ കള്ളപ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു. ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുകയില്ല, ദൈവത്തിന്റെ വചനം നിങ്ങളോട് പ്രവചിച്ച് പറയുകയാണ്. സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അബണ്ടന്റ് ആയിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. और गीत गाए हुए प्रभु के दास ने झूठे भविष्यवक्ताओं के बारे में एक जिक्र किया था, लेकिन मैं यहाँ पर मेरे अपने हाथों से डालकर नहीं कह रहा हूँ, लेकिन प्रभु का वचन को मैं भविष्यवाणी के रूप से घोषणा करना चाहता हूँ कि आपके जीवन में परमेश्वर अपने आकाश के द्वारों को खोलकर ऐसी आशीष करेंगे कि आपके जो स्थान है वे भी काफी नहीं रह जाएगा। ऐसी अनगिनत और अद्भुत आशीषों से प्रभु आपको भर देगा। ഭൂമിയിൽ നിന്ന് ലഭ്യമാകുന്ന നന്മകൾ, നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവരുന്ന നന്മകൾക്ക് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. और इस पृथ्वी में हम जो आमीन आशीषों को या भलाइयों को हमारे जीवन में अनुभव करते हैं, जो हम अपने कमाई के जरिए या कहीं और से हम लेकर आते हैं, उन सब के लिए एक सीमा रहती है। പലതും നിങ്ങൾ കൊണ്ടുവരുന്നതും കൊട്ടിവെക്കുന്നതും സ്വരുവിക്കാൻ നോക്കുന്നതും അതവിടെ നിൽക്കാതെ പാഴ്ചെലവുകളായി ഒഴുകിപ്പോകാറുണ്ട്. और कई ऐसे हम अपने जीवन में जो हम इकट्ठे करते हैं या हम ऐसे कमा कर रखने की कोशिश करते हैं, वे हमारे हाथ में ठहर नहीं पाते हैं और वे ऐसे ही खर्च हो जाते हैं। എന്നാൽ ദൈവം പറയുന്നു, കിളിവാതിൽ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അവിടെ പിന്നെ പരിമിതികളില്ല, പരിധിയില്ലാതെ ഞെരുക്കങ്ങൾ മാറി ആമേൻ വലിയൊരു ദൈവിക അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. और ये परमेश्वर हमें कह रहा है कि यदि प्रभु की आकाश के झरोखे को खोलकर प्रभु यदि हमें आशीष करना शुरुआत करे तो वहां पर कोई सीमा नहीं रहेगी। बिना सीमा का प्रभु हमारे जीवन में अनगिनत आशीषों से हमें भरता रहेगा। പുതിയ വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. नए द्वारों को प्रभु आपके लिए खोलेंगे നിന്നുപോകാത്ത അനുഗ്രഹത്തിന്റെ ഉറവ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. और कभी ना रुकने वाले ऐसे आशीष के जो द्वार हैं, खिड़कियां हैं, प्रभु आपके लिए खोल खोल कर रखेंगे। ആഗാർ ചോദിച്ചത് ഒരു തുരുത്തി വെള്ളം, എന്നാൽ ദൈവം അവൾക്ക് വേണ്ടി തുറന്നത് വലിയൊരു നീരുറവ. और हागार ने एक कुप्पी जो पानी है पीने की पानी की मांग किया था, लेकिन परमेश्वर ने उसके लिए एक बड़ा सोता खोल कर दे दिया। സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ നിന്നുപോകാത്ത വറ്റിപ്പോകാത്ത അനുഗ്രഹം നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. यदि परमेश्वर ने स्वर्ग की खिड़कियों को खोलकर हमारे लिए आशीषों को प्रदान करे तो अनगिनत आशीषें, कभी ना रुकने वाली आशीषों को प्रभु हमारे जीवन में प्रदान करेगा। ഉയരത്തിലേക്ക് നോക്കുവാൻ ദൈവം പറയുമ്പോൾ വചനം പറയുന്നു, എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് വരുന്നു. और जब हमें स्वर्ग की ओर देखने के लिए जब हमें कहा जाता है तो प्रभु का वचन हमें बताता है कि सारी अच्छी और भली आशीषें जो हैं वे स्वर्ग में से आती हैं। എല്ലാ നന്മകളുടെയും ഉറവിടം എന്ന് പറയുന്നത് സ്വർഗമാണ്. सारी भलाइयों का जो स्रोत हैं वो स्वर्ग की ओर से हैं। നമ്മുടെ അനുഗ്രഹത്തിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് സ്വർഗമാണ്. हमारा आशीष का जो स्रोत या संसाधन जो हैं वे स्वर्ग से होती हैं। ഈ ഭൂമിയിലുള്ളതായ നന്മ വരുന്ന വഴികളെല്ലാം അടയും, എന്നാൽ സ്വർഗത്തിലെ ഭണ്ഡാരത്തിന് ഒരു കുറവുമില്ല. इस दुनिया में आने वाली आशीषों का सारी जो खिड़कियां हैं वो शायद बंद हो सकती हैं, लेकिन स्वर्ग की खिड़कियां कभी आपके लिए बंद नहीं होगी।
അതുകൊണ്ട് ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പറയുന്നു. और इसलिए ആവർത്തന പുസ്തകം ड्यूट्रोनॉमी व्यवस्था विवरण का पुस्तक उसके 12 अध्याय उसके 28वें पद में इस प्रकार कहता है. नो 28:12 ओके सॉरी 28 अध्याय उसके 12 पद में इस प्रकार कह रहा है. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേല ഒക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. और वचन इस प्रकार लिखा है कि यहोवा तेरे लिए अपने आकाश रूपी उत्तम भंडार को खोलकर तेरी भूमि में समय पर मेह बरसाया करेगा और तेरे सारे कामों पर आशीष देगा और तू बहुतेरी जातियों का उद्धार देगा. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന വ്യക്തികളെ നോക്കി പറയുന്നു, ആകാശത്തിലെ കിളിവാതിൽ അവൻ തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. और स्वर्ग की ओर देखने वाले या स्वर्गीय वस्तुओं की खोज करने वालों से परमेश्वर का वचन इस प्रकार बता रहा है कि यहोवा तेरे लिए अपने आकाश रूपी उत्तम भंडार को खोलेगा. ഈ പ്രഭാതത്തിൽ ദൈവം ശക്തമായി ആവർത്തിച്ച് വീണ്ടും പറയുന്നു, ഈ ശുശ്രൂഷയിൽ ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. आज सुबह के समय में बड़े सामर्थ्य रूप से परमेश्वर की आत्मा बार बार ये हमसे कहने के लिए कहता है कि इस सेवकाई के द्वारा कई आशीषों का द्वार परमेश्वर आपके लिए खोलने जा रहा है. അടഞ്ഞ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. बंद द्वार जो आपके लिए है वो आज खोल दिया जाएगा. അടച്ച വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. आपके लिए बंद किया हुआ जो भी द्वार हैं वो आपके लिए परमेश्वर खोल देंगे. മറ്റൊരു വ്യക്തിയുടെ ഇടപെടലില്ലാതെ സ്വർഗത്തിലെ ദൈവം ഇടപെട്ട് ചില താമ്ര വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ദൈവം തുറക്കും. कोई भी व्यक्ति का सहायता बिना जो द्वारों को बंद किया गया था उस द्वारों को परमेश्वर आपके लिए खोल देंगे. ആ അടയ്ക്കപ്പെട്ട വാതിലുകളുടെ ഇരുമ്പോടാമ്പലുകളെ ദൈവം ഖണ്ഡിക്കും. और ऐसे बंद द्वारों का जो भी किवाड़े हैं उन सब को परमेश्वर काट देंगे. ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ കവാടങ്ങൾ ദൈവം തുറക്കും. और ऊपर की बातों को सोचकर परमेश्वर की उपस्थिति में प्रार्थना में आए हुए एक एक लोगों से प्रभु की आत्मा कहता है कि आपके लिए स्वर्ग का परमेश्वर उन द्वारों को खोलकर आपको आशीष करेगा. ദൈവം തുറക്കുമ്പോൾ അതിന്റെ പ്രത്യേകത മറ്റൊരു വ്യക്തിക്കും അതിനെ അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിലാണ് ദൈവം തുറക്കുന്നത്. परमेश्वर जब आपके लिए द्वार खोलता है उसका विशेषता यह है कि कोई भी उसे बंद नहीं कर सकता. ऐसे परमेश्वर काम करता है. ദൈവം തുറന്നു കഴിഞ്ഞാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. यदि परमेश्वर आपके लिए खोल रखे हैं तो उसे कोई भी बंद नहीं कर सकेगा. ദൈവം ചില നന്മകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ കഴിഞ്ഞാൽ ഒരു ശക്തിക്കും അതിനെ മണ്ണിട്ട് മൂടാൻ കഴിയത്തില്ല. परमेश्वर यदि आपके लिए कोई भलाई या आशीषों को आपके लिए खोल कर दे दे तो कोई भी सामर्थ्य क्यों ना हो उसे बंद नहीं कर पाएंगे. സ്വർഗത്തിൽ നിന്നും നന്മകൾ നിങ്ങളുടെ മേൽ ചൊരിയുവാൻ ദൈവം വഴികൾ തുറന്നാൽ അതിനെ വച്ചിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. और स्वर्ग से यदि कोई आशीषों को परमेश्वर देने के लिए आपके लिए द्वार खोल रखा है तो कोई भी उसे बंद करने का ताकत नहीं रख सकता. ഈ അനുഗ്രഹങ്ങൾ ദൈവം ചൊരിയുന്നത് സ്വർഗത്തിലെ ഭണ്ഡാരമായ ആ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടാണ്. और ऐसे आशीषों को जो परमेश्वर हमारे लिए व्यक्त करता है वो स्वर्ग की जो भंडार रूपी जो द्वार है उसे खोल रखकर प्रभु हमारे लिए ऐसे वायदों को देता है. അടയപ്പെട്ട വാതിലുകളുടെ മുമ്പിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയാം, നിങ്ങൾ മുട്ടിയ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കും, നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. और जिन लोगों के सामने द्वार बंद हुआ ऐसे अनुभव में है तो वे लोगों से प्रभु की आत्मा में मैं कहना चाहूंगा कि आपके सामने बंद द्वार जो भी है वो परमेश्वर आपके लिए खोल देंगे. സുവിശേഷത്തിന്റെ വാതിലുകൾ അടയപ്പെട്ട മേഖലകളിൽ ദൈവം തുറക്കും.
और सुसमाचार का द्वार यहाँ पर भी बंद हुआ है, वो आपके लिए खोल दिया जाएगा। രാജ്യത്തിന്റെ വാതിലുകൾ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം തുറക്കും. और राज्य राज्य के द्वार परमेश्वर के लोगों के लिए परमेश्वर खोल देंगे। ഒരു നാൾ നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടയപ്പെട്ട അതേ ഡോറിലൂടെ തന്നെ പ്രവേശിക്കത്തക്ക രീതിയിൽ ദൈവം ഈ പ്രഭാതത്തിൽ ചില ക്രിയകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. एक समय आपके सामने बंद किया गया ऐसे द्वारों के अंदर से ही परमेश्वर आपके लिए नए आशीषों को लेकर आने के लिए प्रभु कार्य करेगा। ഒരു നാൾ നിങ്ങളെ തള്ളിക്കളഞ്ഞ നിരസിച്ച അതേ സ്ഥലത്ത് പ്രവേശിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം അനുകൂലമായി ഈ പ്രഭാതത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. एक एक समय में आपको तिरस्कार किए हुए, आपको बाहर निकाले हुए, वही द्वार, वही घर में, वही अवस्था में परमेश्वर आपको पुनः लेकर जाने के लिए तैयार हैं। അതുകൊണ്ട് നമ്മുടെ അന്വേഷണം ഇനി ഭൂമിയിലുള്ള കാര്യങ്ങൾക്കല്ല, നമ്മുടെ കണ്ണ് ഈ പ്രഭാതം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടട്ടെ. इसलिए हमारी जो खोज है ये पृथ्वी की चीजों में ही नहीं, परंतु हमारा खोज स्वर्गीय वस्तुओं के ऊपर रहने पाए। അളവില്ലാതെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. बिना सीमा रखकर हमारे जीवन को आशीषित करने वाला वो परमेश्वर की ओर आमीन हम जब निहारते हैं, ये बात को ध्यान रखना है कि उसमें कोई भी कमी नहीं आई है। അതുപോലെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കിളിവാതിൽ നമുക്ക് വേണ്ടി തുറന്ന് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. और एक और बात ध्यान रखना है कि हर एक रुकावटें, हर एक तकलीफों को परमेश्वर दूर करते हुए हमारे लिए द्वार परमेश्वर ने खोल रखा है, जो कोई भी बंद नहीं कर सकेगा। നമ്മുടെ നമ്മുടെ കിണറിനെ നമുക്ക് വറ്റിക്കാൻ പറ്റും. हमारे जो कुएं हैं जहां से हम पानी निकालते हैं, उसे हम थोड़ा समय के लिए सुखा सकता है, എന്നാൽ കടലിനെ വറ്റിക്കാൻ പറ്റത്തില്ല. लेकिन ये बात को ध्यान रखना है कि कभी भी हम कोई समुद्र के पानी को सुखा नहीं पाएगा। നമ്മുടെ കിണറിനെ മണ്ണിട്ട് മൂടാൻ പറ്റും. हमारे घर के कुएं जो हैं उसे हम मिट्टी डालकर बंद कर सकते हैं, എന്നാൽ ഒരു സമുദ്രത്തെ മണ്ണിട്ട് മൂടാൻ ആർക്കും കഴിയത്തില്ല. लेकिन ये बात को ध्यान रखना है कि समुद्र को कोई भी मिट्टी डालकर उसे भर नहीं पाएगा। ഈ ഭൂമിയിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും കിണറിൽ നിന്ന് വരുന്ന നന്മകൾ പോലെയാണ്. और इस पृथ्वी में से हमें जो भी भलाई या आशीषों को हम प्राप्त करते हैं, वे इस कुएं से आने वाली एक अनुभव जैसा रहता है। നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം ഇതെല്ലാം കിണറിൽ നിന്ന് ലഭ്യമാകുന്ന നന്മ പോലെയാണ്. और हमारी नौकरी, हमें नौकरी से मिलने वाली तनख्वाहें जो हैं, वे सब एक कुएं में से निकल कर आने वाले उस अनुभव के समान होता है। ഈ നന്മകൾ നിന്നു പോകാം, ഈ നന്മകൾ വറ്റിപ്പോകാം, ഈ നന്മകളെ മണ്ണിട്ട് മൂടാൻ മനുഷ്യർക്കും പിശാചിനും കഴിയും. और ये सारे जो आमीन जो भलाई है वे आमीन रोका जा सकता है, उसी के ऊपर मिट्टी डालकर उसको रोक दिया जा सकता है, या इसका कई सीमाएं हमारे सामने रहती हैं। എന്നാൽ ഉയരത്തിൽ നിന്നും പ്രാപിക്കാൻ കഴിയുന്ന നന്മകൾ സമുദ്രത്തിൽ നിന്നും വേണ്ടുവോളം നമുക്ക് ലഭ്യമാകുന്ന നന്മകളാണ്. लेकिन जब हमें स्वर्गीय आशीषों को या भलाइयों को जब हम प्राप्त करते हैं, तो उस समुद्र के समान उसका विशालताएं रहती हैं कि जितना हम उसमें से निकाल सकते हैं उतना हम निकाल पाएंगे। ആ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്ങിനെ, ആ നന്മയുടെ ഉറവിടത്തെ മണ്ണിട്ട് മൂടാൻ ഒരു വ്യക്തിക്കും ശക്തിക്കും കഴിയത്തില്ല. वो आशीष का जो संसाधन है उसी को मिट्टी डालकर रोक रखने के लिए कोई भी शैतान की ताकत को उसे नहीं कर सकते। പലപ്പോഴും നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ അന്വേഷണമെല്ലാം ഈ ഭൂമിയിലുള്ളതാണ്. कई बार हम आशीषों को हमारे जीवन में प्राप्त नहीं कर पाते हैं, उसका कारण पूछा जाए तो हमारा सारी ध्यान इस पृथ्वी की वस्तुओं के ऊपर रहती हैं। പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. और जब यीशु मसीह ने प्रार्थना करने के लिए सिखाया, तो प्रभु यीशु मसीह ने ये बता कर दिया कि मांगो तो तुम्हें मिला दिया जाएगा।
അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. ढूंढो तो तुम पाओगे, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. खटखटाओ तो तुम्हारे लिए द्वार खोला जाएगा। നമ്മൾ ഇതെല്ലാം ചെയ്യാറുണ്ട്, പക്ഷെ ഇതെല്ലാം പലപ്പോഴും ചെയ്യുന്നത് ഈ ഭൂമിയിലുള്ള വാതിലിന്റെ മുമ്പിലാണ് നമ്മൾ മുട്ടുന്നത്. और हम ये सब कुछ अक्सर करते हैं, लेकिन अक्सर ये बात को हम ध्यान नहीं देते कि हम जहां भी जाकर खटखटाते हैं, इस पृथ्वी के द्वारों पे हम जाकर खटखटा रहे हैं। നമ്മൾ യാചിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ യാചനയെല്ലാം മനുഷ്യരോടാണ്. हम परमेश्वर से हम मांगते तो हैं, लेकिन हमारी मांगना सब अधिकतर इस पृथ्वी के मनुष्यों के सामने रहता है। ഒരാവശ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ആരോട് ചോദിക്കാമെന്നാണ്. और एक आवश्यकता आने के समय में हम तुरंत ये विचार करते हैं कि हम किससे पूछें। ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക ആരോട് ഫോൺ ചെയ്ത് പറയാം, ആരോട് ഫോൺ ചെയ്ത് ചോദിക്കാം. और एक आवश्यकता आने के समय में हम तुरंत ये बात के बारे में सोचने लगते हैं कि हम किसको बुलाकर कहे, किसी से मैं ये बात को बांट सकता हूँ। ആവശ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏത് ബാങ്കിൽ പോയി ചോദിക്കാം, ഏത് ബാങ്കിൽ പോയി മുട്ടാം. और आवश्यकता आने के समय में हम तुरंत ये बात का चिंता करते हैं कि कौन सी बैंक में जाकर हम खटखटाए, कहाँ से हम इस बात का निवेदन रखें। എന്നാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ മക്കളോടും ദൈവം പറയുന്നു, ജാതികളെ പോലെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഈ ഭൂമിയിലല്ല. और लेकिन हमें बुलाकर अलग किए हुआ परमेश्वर हमसे ये बात के बारे में कहता है कि हम इस संसार के किसी द्वारों के सामने जाकर खटखटाने के लिए नहीं बुलाया है परमेश्वर ने हमें। ജാതികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ മുട്ടേണ്ടത് ഈ ഭൂമിയിലെ ഒരു വാതിലല്ല. और जैसे आमीन अन्य जाति लोग करते हैं, वैसे हम इस दुनिया के कोई द्वार पर जाकर खटखटाने का अवस्था ना आए। നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ ഡിവൈൻ പ്ലാനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിറവേറ്റും. जब आप प्रार्थना करेंगे, जब आप आवश्यकता रखेंगे और हम इस पृथ्वी से छोड़कर जब हम स्वर्ग की बातों की खोज करेंगे, तो परमेश्वर अपने सारे समझ के परे जो हमारे जीवन में वो काम करेगा। സ്വർഗത്തിൽ നമ്മെ കുറിച്ച് ദൈവം വലിയ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. और स्वर्ग में वो परमेश्वर ने हमारे लिए एक बड़ी योजनाओं को बना रखा है। നമ്മുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. हमारे पीढ़ी के विषय में परमेश्वर ने एक बड़ी योजना बना कर रखे हैं। ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പദ്ധതികൾ എത്രയോ നമ്മുടെ ചിന്തയ്ക്കും അതീതമായിട്ടുള്ളതാണ്. आमीन। जैसे आकाश पृथ्वी से अलग रहता है, वैसे हमारे लिए परमेश्वर का जो सोच विचार है वे इसी अंतर में बना रहता है। ഈ ഭൂമിയിലുള്ള പല ബാങ്കുകളിലും നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. इस पृथ्वी में कई बैंकों में हमारे बैंक खाते होती हैं। എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം, ആമേൻ, സ്വർഗത്തിലെ ബാങ്കുമായി നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. लेकिन आज सुबह के समय में मैं आपको ये बात को बताना चाहूंगा कि हमारा जीवन में स्वर्ग का उस बैंक के साथ हमारा एक खाता होना जरूरी है। ബാങ്ക് ഓഫ് ഹെവനുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാകണം. उस स्वर्ग का उस बैंक के साथ हमारा एक अच्छा संबंध होना है। ഇവിടുത്തെ ബാങ്ക് കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുമെന്നാൽ യേശു പറയുന്നു, അവിടുത്തെ സ്വർഗത്തിലെ ഭണ്ഡാരത്തിന്റെ നിക്ഷേപങ്ങൾക്ക് കുറവില്ല. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കത്തില്ല, പുഴുവിനും തുരുമ്പിനും കെടുത്താൻ കഴിയത്തില്ല. यहाँ के जो भी आमीन स्रोत है, उसे चाहे तो चोर जो है उसे चुरा कर ले जा सकते हैं, लेकिन परमेश्वर का वचन हमें बताता है कि स्वर्ग में जो भी आशीष प्रभु ने हमारे लिए रखे हैं, ना तो वहां पर कोई चोर प्रवेश कर सकता है, ना तो कोई आमीन वस्तुएं उसे बिगाड़ सकती हैं। അതുപോലെ നിങ്ങൾക്കുള്ള നിക്ഷേപങ്ങൾ അവിടെ സുരക്ഷിതമായി ദൈവം സ്വരൂപിച്ചിരിക്കുകയാണ്. ऐसे ही आपके लिए जो परमेश्वर ने रखी हुई जो भी आशीषें हैं, वे बहुत सुरक्षित आपके लिए वहां पर रखा हुआ है। ചോദിക്കുന്നവർക്ക് വേണ്ടി ദൈവം റിലീസ് ചെയ്യുന്നു. और जो लोग मांगते हैं उसी के लिए परमेश्वर उसको छोड़ कर देते हैं। അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൈമാറുന്നു. जो लोग आमीन ढूंढते हैं उनके लिए प्रभु उसे देने के लिए तैयार है। മുട്ടുന്നവർക്ക് വേണ്ടി ദൈവം തുറക്കുന്നു. खटखटाने वालों के लिए परमेश्वर द्वार खोलने के लिए तैयार है।
ഒരു ചെറിയ പുഷ്പം ചോദിക്കുമ്പോൾ ദൈവം ഒരു 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 ആ പുഷ്പത്തിന്റെ മരമല്ല കൊടുക്കുന്നത്, ആ ഗാർഡൻ മുഴുവനും ദൈവം കൈമാറും. और एक छोटी सी फूल जब मांगे जाते हैं तो वो पूरे फूल का पेड़ को नहीं, परंतु उसका एक बगीचे को परमेश्वर उसके हाथ में दे देता है। 1000-2000 രൂപ ചോദിക്കുമ്പോൾ ദൈവം കേവലം 1 ലക്ഷമോ 2 ലക്ഷമോ അല്ല, ഒരു ഒരു ലോക്കറിന്റെ കീ, ചാവി തന്നെ ദൈവം കൈമാറുകയാണ്. और जब 1000 2000 जब परमेश्वर से मांगते हैं तो केवल 1 लाख रुपया लगभग नहीं देता, परंतु ये सारे तिजोरी का जो चाबी है वो परमेश्वर हमें दे देता है। അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ആ സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ മേൽ ദൈവം ആശീർവാദം, അനുഗ്രഹം പകരുകയാണ്. इसलिए वचन हमसे बात को बताते हैं कि जैसे हम परमेश्वर के जो पूछे जाते हैं या हमारे मन में जो कल्पना रखी जाती है उससे अधिक आशीषित रूप से परमेश्वर हमारे लिए काम करता है। ഈ അനുഗ്രഹത്തിന്റെ ഉറവിടമായ സ്വർഗത്തിലേക്ക് നമ്മൾ കണ്ണുയർത്തി അവിടെ നിന്നും നന്മകൾ നമ്മൾ അന്വേഷിക്കണം. और ऐसे आशीष का जो श्रोता है वो परमेश्वर की ओर हमारे ध्यान को लगाते हुए हम स्वर्गीय बातों की खोज में लगे रहना है। നമ്മുടെ ആവശ്യങ്ങളിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ പോയി കൈനീട്ടുന്നതിന് മുമ്പായി മുട്ടുമടക്കി സ്വർഗത്തിലെ അപ്പനോട് നമ്മൾ യാചിക്കണം. जब हमारी आवश्यकता होती है तो दूसरे लोगों के सामने हाथ फैलाने से भी बढ़कर स्वर्ग का परमेश्वर के पास जाकर घुटने टेक कर हमारे विषयों को प्रभु के सामने रखना है। ഫോണെടുത്ത് മനുഷ്യരോട് യാചിക്കുന്നതിന് മുമ്പായി നാം സ്വർഗത്തിലെ അപ്പനോട് നമ്മുടെ ആവശ്യങ്ങൾ പങ്കുവെച്ച് ദൈവത്തോട് യാചിക്കണം. हमारे फोन लेकर मनुष्यों को हमारे विषयों को बोलने से भी बढ़कर परमेश्वर की उपस्थिति में जाकर हमारे विषयों को रखकर उसी के लिए हमें प्रार्थना करना है। ഏത് വലിയ പ്രതിസന്ധികളുടെ നടുവിലും ഏത് ഊരക്കുരുക്കിനകത്ത് പെട്ടുപോയാലും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിന്റെ നടുവിൽ ഇറങ്ങി വരും, ആ കുരുക്കിനെ ദൈവം അഴിക്കും. इतना बड़े अमीन मुश्किल अवस्था में आप जाए या कितने बड़े अमीन जाल में आप फंस जाए, मनुष्यों के पास जाने से भी बढ़कर आप परमेश्वर के पास जाएं तो कितनी भी बड़ी जाल में आप फंसे हुए क्यों ना हो, और वो आपको बड़ी आसानी से वहां से बाहर निकाल देगा। എത്ര വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടയപ്പെട്ടാലും പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്നും വാതിൽ 1 2 3 തുറന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ സ്വയമേ തുറക്കപ്പെടും. और कितने भी बड़े द्वार आपके सामने बंद हुए, ऐसी अवस्था में आप क्यों ना रहे, जैसे पतरस को आमीन उस कारागृह में से पहले दूसरे तीसरे द्वारों को पार कर कर बाहर ले आया गया था, वैसे आपके भी जीवन में परमेश्वर कार्य करेगा। आपको ऐसे द्वारों से बाहर ले आकर प्रभु आपको बचाएगा। ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കും. हो सकता है कि आप जहां नौकरी करते हैं वहां पर आपके सामने कई द्वारें बंद हो गए होंगे। ഭരണകൂടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കും. सरकार जो है हमारे सामने हमारे लिए जो द्वार है उसे हम बंद कर देंगे। പൊളിറ്റീഷ്യൻസ് നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കും. हमें जो नेता है, जो अगुए हैं, वे लोग हो सकता है कि हमारे सामने हमें उनके द्वारों को वे बंद कर देते हैं। എന്നാൽ മനുഷ്യരടച്ചതും പൈശാചിക മേഖലകൾ കൊട്ടി അടച്ചതും ആമേൻ ആരുടെയും പിൻബലമില്ലാതെ സ്വർഗത്തിലെ കരം ചലിക്കുമ്പോൾ ആ വാതിലുകൾ സ്വതമേ തുറക്കപ്പെടും. लेकिन जो मनुष्य के द्वारा बंद किया हुआ और अमीन शैतान के अमीन कार्यों से बंद किया हुआ उन द्वारों को किसी के भी कार्यों के बिना परमेश्वर हमारे लिए वे खोल कर दे देंगे। പരിചിതമായ ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. एक और विचार को मैं बताकर मैं वचन को समाप्त कर दूंगा। ഈ അനുഗ്രഹത്തിന്റെ ഉറവിടമായ സ്വർഗത്തിന്റെ താക്കോൽ ദൈവം പത്രോസിന് കൈമാറും. और इस आशीष के श्रोता जो उसका जो कुंजी है वो परमेश्वर ने पतरस के हाथों में दे दिया था। യേശുവിന്റെ ചുറ്റും നിന്നവരോട് ചോദിച്ചു, എന്താണ് ജനങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം? यीशु मसीह के आसपास में खड़े हुए लोगों से यीशु मसीह इस प्रकार एक बार पूछा कि लोगों का विचार मेरे बारे में क्या है। ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. एक एक व्यक्ति को एक एक अनुभव को कहना था।
ചിലർ പ്രവാചകനെന്നും ചിലർ ഏലിയാവെന്നും ചിലർ ചിലർ ടീച്ചറാണെന്നും പല അഭിപ്രായങ്ങൾ യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. कई लोग यीशु मसीह के बारे में कई विचारों को रखते थे। कई लोग कह रहा था कि वे एक भविष्यवक्ता है, कई लोग कह रहे थे कि एक एलिया है, कई लोग कह रहे थे कि वे गुरु या रबी हैं। യേശു അതിനുശേഷം പറയുന്നു, നാട്ടുകാരുടെ അഭിപ്രായമല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? और यीशु मसीह उसके बाद फिर से अपने चेलों से पूछता है कि मैं लोगों का जो विचार है वे नहीं पूछ रहा हूँ, तुम मेरे बारे में क्या समझते हो। പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. और ये बात को सुनकर ही पतरस तुरंत उत्तर दे देता है कि तू जीवित परमेश्वर का पुत्र यीशु मसीहा है। യേശു അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു, ശിമോനെ, നിനക്കിത് വെളിപ്പെടുത്തിയത് ഒരു ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. यीशु मसीह पतरस की उस उत्तर को सुनकर उसे सराहते हुए इस प्रकार यीशु मसीह उसे कहता है, हे पतरस, आमीन, ये कोई मांस और लहू ने ये तुम्हें ये बात का प्रकटीकरण नहीं दिया है, परंतु स्वयं स्वर्ग का परमेश्वर ने तुझे ये बात का प्रकटीकरण किया है। 16:19 പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. मत्ती के सुसमाचार 16 अध्याय उसके 19वीं आयत में इस प्रकार परमेश्वर ने इस प्रकार कहा, मैं तुझे स्वर्ग के राज्य की कुंजियों को देता हूं। നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. और उसके बाद उससे इस प्रकार कहने लगा कि और जो कुछ तू पृथ्वी पर बांधेगा वह स्वर्ग में बंधेगा, और जो कुछ तू पृथ्वी पर खोलेगा वह स्वर्ग में खुल जाएगा। അനുഗ്രഹത്തിന്റെ ഉറവിടമായ ആ സോഴ്സിന്റെ താക്കോൽ ദൈവം പത്രോസിന് കൈമാറുകയാണ്. और अनुग्रह की कुंजी के रूप में जो श्रोता था वो परमेश्वर ने पतरस के हाथों में उसे दे दिया। ആവശ്യമുള്ളപ്പോഴെല്ലാം ആ കിളിവാതിലൊന്ന് തുറക്കാം. और आवश्यकता होने के समय में उस खिड़कियों को थोड़ा खोल दिया जाए। ആവശ്യം കഴിയുമ്പോൾ അതിനെ അടയ്ക്കുവാൻ. और आवश्यकता बंद होने के बाद उसे बंद भी करने के लिए। കൂടെ നിന്ന യേശുവിന്റെ കൂടെ നിന്ന എല്ലാവർക്കും ഈ ചാവി കൈമാറിയില്ല. यीशु मसीह के साथ खड़े हुए उस समय में खड़े हुए सभीयों के हाथों में यीशु मसीह ने इस कुंजी को नहीं दिया था। വെളിപ്പാട് പ്രാപിച്ച പത്രോസിന് മാത്രം. केवल प्रकाशन प्राप्त किया हुआ पतरस को ही ये कुंजी दिया गया। കാര്യസാധ്യക്ക് വേണ്ടി യേശുവിന്റെ കൂടെ നിന്ന എല്ലാവർക്കും ഈ അധികാരം കൈമാറിയില്ല. अपने कार्यों को पूरा करने के लिए यीशु मसीह के साथ खड़े रहने वाले सभीयों को यीशु ने इस कुंजी को नहीं सौंपा। യേശു ആരാണെന്ന് വെളിപ്പാട് പ്രാപിച്ച പത്രോസിന് ഈ അധികാരം ദൈവം കൈമാറുകയാണ്. यीशु मसीह कौन है कर प्रकाशन को प्राप्त किया हुआ पतरस से यीशु मसीह इस कुंजी को दे रहा है। ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്കും ഈ വെളിപ്പാട് പ്രാപിച്ച അനേകർക്കും ഈ ഈ ചാവി ദൈവം കൈമാറിയിട്ടുണ്ട്. और इस सेवकाई में आए हुए अनेक लोगों को और ये प्रकाशन पाए हुए अनेक लोगों को परमेश्वर ने अपनी जो कुंजी है वो दे रखा है। ഈ താക്കോലും നമ്മൾ കൈ പിടിച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടുന്നത്. और ये बात को हमें समझ रखना है कि ये कुंजी को हम अपने हाथ में रखकर हम बाकियों के पास जाकर हमारे हाथों को फैला रहे हैं। ഈ അധികാരം നമ്മിലുണ്ടെന്ന് തിരിച്ചറിയാതെയാണ് നാം ഈ ലോകത്തിലെ വാതിലിന്റെ മുമ്പിൽ പോയി നമ്മൾ മുട്ടുന്നത്. और ये अधिकार हमारे अंदर है ये ना समझ रखते हुए हम इस दुनिया के अधिकारियों के सामने जाकर द्वार खटखटा रहे हैं। എന്നാൽ ഈ അധികാരം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, लेकिन ये अधिकार जो परमेश्वर ने स्वर्ग से हमें दे रखा है यदि हम उसे उपयोग करना शुरुआत करें तो നമുക്ക് വേണ്ടി ആ വാതിലുകൾ തുറക്കപ്പെടും. हमारे लिए जो भी बंद द्वार लग रहे हैं वे खोल दिया जाएगा। ഈ വെളിപ്പാട് പ്രാപിച്ച ചിലരുടെ മേൽ ദൈവം ഈ താക്കോൽ ഈ പ്രഭാതത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. और ये प्रकाशन पाए हुए कईयों के जीवन के अंदर परमेश्वर ये चाबी सौंपना चाहता है। എന്നും നിങ്ങൾ ദുഃഖത്തിലായിരിക്കാനല്ല,
और हमेशा आप दुख की अवस्था में बने रहने के लिए नहीं, എന്നും നിങ്ങൾ കഷ്ടതയിലായിരിക്കാനല്ല, हर समय आप कष्ट का अनुभव में रहने के लिए नहीं, എന്നും നിന്ദയിലൂടെ കടന്നു പോകാനല്ല, और हर समय आप निंदा की अवस्था में से होकर जाने के लिए भी नहीं, എന്നും നിങ്ങൾ അടയപ്പെട്ട വാതിലിന്റെ മുമ്പിൽ നിങ്ങൾ ചുരുങ്ങി ചുരുങ്ങി പോകാനല്ല, और हर समय आप बंद द्वार के सामने रहकर आप अपने आप को सिकुड़ते जाने की अवस्था में नहीं आना है। നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അത് തുറന്ന് ചിലത് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള താക്കോൽ ദൈവം നിങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിക്കുകയാണ്. जब जब आपकी आवश्यकता हो तब तब आप उसे खोलकर अपने जीवन को तृप्त करने वाली ऐसे अनुभव में स्वर्ग का परमेश्वर हमें ले जाना चाहता है। ബാങ്ക് ഓഫ് ഹെവന്റെ താക്കോൽ ദൈവം കൈമാറുകയാണ്. और उस स्वर्ग का उस बैंक का जो कुंजी है वो परमेश्वर हमारे जीवन में हमारी हाथों में वो देना चाहता है। കണ്ണുനീരോടെ നിങ്ങൾ നിക്ഷേപിച്ചതിനെ ആവശ്യമുള്ളപ്പോഴെല്ലാം പോയി തുറന്നെടുക്കാനുള്ള ഒരു അധികാരം, आंसुओं के साथ आपने वहां पर जो निवेश किया था वो आवश्यकता होने के समय जाकर बड़ी स्वतंत्रता के साथ उसे हासिल करने वाले अनुभव, ധനവും മാനവും പുരാതന സമ്പത്തും അവൻ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന ആ സ്വർഗത്തിന്റെ താക്കോൽ ദൈവം കൈമാറി പറയുന്നു, നീ വേണ്ടുമ്പോഴെല്ലാം തുറന്നെടുത്തു. और धन और सम्मान और सब कुछ जो अनंत का आदि काल से हमारे लिए रखा गया था और रखा गया है वो हमारे जीवन में वो परमेश्वर उसी कुंजी को हमें देकर कहता है कि जितना हमें आवश्यकता है उतना हम उसमें से ले सकते हैं। നിങ്ങൾ ഭൂമിയിലുള്ളത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ലിമിറ്റഡ് ആണ്. आप यदि इस पृथ्वी की वस्तुओं के खोज में लगे रहेंगे तो यहाँ की सारी बातें जो है वे सीमित रहती हैं। കൂടുതൽ അധ്വാനിക്കുന്നു, കുറച്ച് നന്മ കയ്യിൽ വരുന്നു. बहुत मेहनत करते हैं, परिश्रम करते हैं और थोड़ा धन हमारे हाथों में हमें प्राप्त होती हैं। എന്നാൽ സ്വർഗത്തിലെ ഉയരത്തിലേക്ക് നിങ്ങൾ കണ്ണുയർത്തി കഴിഞ്ഞാൽ, लेकिन यदि आप स्वर्ग की ओर आप यदि अपनी आंखों को उठाए तो, സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ, यदि आपके लिए स्वर्ग की खिड़कियां खोल दी जाए तो, ഈ ഭൂമിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വർഷം കൊണ്ട് നേടുന്നത് സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ആ നന്മ വരും. आप इस पृथ्वी में एक साल भर में जो परिश्रम करके कमाते हैं यदि आपके लिए वो स्वर्ग का द्वार एक क्षण खोल दिया जाए तो वो सारी जो भलाई जो पृथ्वी से आप प्राप्त करते वो एक क्षण में आपको प्रभु दे देगा। ഒരായുസ് മുഴുവനും നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടും നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ ചോർന്നു പോകുന്നതിന്റെ ചോർച്ച ദൈവം അവസാനിപ്പിക്കും. നിങ്ങളുടെ കയ്യിലുള്ളതിനെ ദൈവം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ഒരു ശേഷിപ്പും നിങ്ങൾക്കുണ്ടാകും. और एक साल भर में हमने जो कमाया है वे सब कुछ आमीन जैसे किसी आमीन थैली में छेद किया गया वैसे आमीन नष्ट होने वाली अवस्थाओं में यदि आप परमेश्वर की ओर आपकी ध्यान को लगाते हैं, यदि आपको स्वर्गीय आशीषों से आपको वो भर दिया जाए तो आपके जीवन की आवश्यकता सारे आप निर्वाह करते हुए आपके जीवन में और बचत का अनुभव में आपको परमेश्वर ले जाएगा। ഈ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ തന്നെ അണിയറകളിൽ നിങ്ങൾക്ക് വേണ്ടി ചില ചലനങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. जैसे ही ये वचन आपके लिए हम बांटते हैं तो आपके भीतरी कक्षों में आपके लिए परमेश्वर कुछ हलचलों को कर रहा है। വലിയ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഞാൻ അനുഭവിക്കുന്നു. बड़े पवित्र आत्मा का एक सेवा कार्यों को मैं अनुभव कर रहा हूँ। ഉയരത്തിലേക്ക് നോക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില ദൂതന്മാരെ അയക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. और जो लोग स्वर्ग की ओर अपने चेहरे को निहारते हैं उनके लिए स्वर्गदूतों को भेजते हुए एक दृश्य को मैं देखता हूँ। ദൈവമുഖം അന്വേഷിച്ചിറങ്ങിയ ദൈവമക്കളുടെ മുഖം ലജ്ജിച്ചു പോകാതെ നിങ്ങളുടെ നിന്നയെ ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് ഞാൻ കാണുന്നു.
और जो लोग परमेश्वर की ओर ताकते हुए प्रभु के चेहरे को देखकर निकले हुए लोग, आमीन, उनके जीवन की ओर हम जब देखते हैं तो परमेश्वर उनके लिए एक बड़ा अद्भुत और सामर्थी कार्य करने वाला एक अनुभव में से प्रभु उनको ले चलने जा रहा है। ഇനി നിങ്ങൾക്ക് നന്മ വരുന്നത് വടക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല, ഭൂമിയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ മേൽ ദൈവം ആ നന്മ ചൊരിയുകയാണ്. और ये आज से आपके जीवन में जो आशीषें आप प्राप्त करेंगे, भलाइयों को आप प्राप्त करेंगे, वो ना तो पूरब से या पश्चिम से या इस पृथ्वी के कोई भी भाग से होगा, परंतु वे स्वर्गीय आशीषों को आप अपने जीवन में प्राप्त करेंगे। ഒരു നിമിഷം ആ കണ്ണുകളെല്ലാം അടച്ചനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. एक क्षण आइए अपनी आंखों को बंद करें, हम आप सब मिलकर प्रार्थना करेंगे। ഈ ശുശ്രൂഷയിൽ ദൈവം ചിലത് തുറക്കാൻ ആഗ്രഹിക്കുന്നു. एक सेवकाई में परमेश्वर कुछ आपके लिए खोलना चाहता है। ഒരു മാനുഷിക പിൻബലമില്ലാതെ, कोई भी मनुष्य का सहायता पीछे से ना होते हुए, ഒരു മാനുഷിക ഒത്താശയില്ലാതെ, और कोई भी प्रकार का मनुष्य का आपसी समझौता ना करते हुए, ദൈവം തന്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു. परमेश्वर आप अपना स्वर्गदूतों को आपके लिए भेजकर വർഷങ്ങളായി നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട ഡോറുകൾ, सालों से आपके सामने बंद किया हुआ ऐसे दरवाजों को, വർഷങ്ങളായി നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ, और बरसों से आपके सामने बंद किया हुआ ऐसे द्वारों को ഈ പകൽ ദൈവം തുറക്കുന്നു. आज सुबह के समय परमेश्वर आपके लिए खोल रहे हैं। എല്ലാ കണ്ണുകളും അടച്ച്, सारी आंखें बंद कर दिया जाए, എല്ലാ കണ്ണുകളും സ്വർഗത്തിലേക്ക് ഉയർത്തി, सारी आंखें स्वर्ग की ओर ध्यान लगाते हुए, ഈ ഭൂമിയിൽ നിന്നും നിങ്ങളുടെ കണ്ണ് ഒരു ഷിഫ്റ്റ് ചെയ്ത് സ്വർഗത്തിലേക്ക് ആ കണ്ണുകൾ ഉയർത്തുമ്പോൾ, और जब आप इस पृथ्वी की वस्तुओं से आमीन छोड़कर अब स्वर्ग की ओर जब आप अपनी आंखों को जब उठाते हैं, ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി തരാനായി റെഡിയായി നിൽക്കുന്നു. परमेश्वर कुछ बातों को आपके लिए प्रदान करने के लिए प्रभु तैयार खड़ा है। ഈ പ്രഭാതത്തിൽ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ, आज इस सुबह के समय में आप उसे स्वीकार करने के लिए तैयार हो जाए, ആ അനുഗ്രഹത്തെ തടയുന്ന ചില ശക്തികളെ ഈ പ്രഭാതത്തിൽ ദൈവം വെട്ടിമാറ്റുന്നു. और उस आशीषों को, भलाइयों को रोकने वाले कोई ऐसे अंधकार के कार्यों को यीशु का परमेश्वर आमीन आज सुबह के समय उसको नष्ट कर रहा है। എല്ലാവരും ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്തുതിയും സ്തോത്രവും ആരാധനയും പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. और सभी लोग जहां पर आप बैठे हुए हैं वहां से आपकी आराधना, प्रार्थना और स्तुति, धन्यवाद का बलिदान जो है वो स्वर्ग तक पहुंचने पाए। കിളിവാതിലിനെ തുറക്കുവാനുള്ള അധികാരം ആ പ്രാർത്ഥനയിലുണ്ട്. और आकाश के आमीन उन खिड़कियों को खोलने का वो ताकत, वो सामर्थ आपकी प्रार्थना में है। അത് തുറന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയുള്ള അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയപ്പെടും. और वो यदि हमारे लिए खोल दिया जाए तो अनगिनत आशीषों को हमारे लिए वे उंडेलेगा। ആ ഉറവിടത്തിൽ നിന്നും ഒരു ചാനൽ വെട്ടി തുറന്നു കഴിഞ്ഞാൽ നിന്നുപോകാതെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. और वो भलाई के उस स्रोत से यदि हमारे लिए एक आमीन एक स्रोत को खोल दिया जाए तो कभी ना रुकने वाला ऐसी एक अनुभव हमारे जीवन में हमेशा रहेगी। സാമ്പത്തിക അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ ചൊരിയും. आर्थिक आशीषों को परमेश्वर हमारे लिए उंडेलेगा। ആത്മീക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയും. आत्मिक आशीषों को परमेश्वर हमारे लिए उंडेलेंगे। ചിലതിനെ തുറക്കുവാനുള്ള അധികാരത്തിന്റെ കൈമാറ്റം ഇപ്പോൾ നടക്കും. कई ऐसे बंद द्वारों को खोलने का अधिकार का कार्य आज सुबह के समय में यहाँ पर होगी। യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സകല വ്യക്തികളുടെ മേലും ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. और यीशु मसीह के नाम से जब प्रार्थना किया जाते हैं तो सारे लोगों के ऊपर प्रभु का कार्य प्रकट होने पाए। യേശുവിന്റെ നാമത്തിൽ അടയപ്പെട്ട റൂമുകൾ തുറക്കപ്പെടട്ടെ. यीशु मसीह के नाम से जो द्वार बंद किया गया था वो आज खोल दिया जाए।
ചിന്തയിൽ കുടുങ്ങിപ്പോയ അനേകരെ ഈ പകൽ ദൈവം സ്വതന്ത്രമാക്കുകയാണ്. और अपने विचारों में फंसे हुए अनेक लोगों को स्वर्ग आज स्वतंत्र करने जा रहा है। ഈ ഭൂമിയിലുള്ള വിഷയത്തിന്റെ മേൽ ചിന്ത കുടുങ്ങിപ്പോയ വ്യക്തികൾ, और इस पृथ्वी के वस्तुओं के प्रति अपने विचार वहीं पर फंसे हुए अनुभव में पाए जाने वाले लोग, ലൈംഗിക ചിന്തകളിൽ കുടുങ്ങിപ്പോയ ചില വ്യക്തികളെ ഈ പ്രഭാതത്തിൽ ദൈവം സ്വതന്ത്രമാക്കുന്നു. और ऐसे अश्लील विचारों में पड़े हुए फंसे हुए लोगों को प्रभु आज स्वतंत्र कर रहा है। ചില ബന്ധങ്ങളിൽ അഡിക്റ്റായി പോയ ചില കെട്ടുകളെ ദൈവം പൊട്ടിക്കുന്നു. कई ऐसे संबंधों में आमीन ऐसे लत लगने वाली अनुभव में पड़े हुए लोगों को परमेश्वर आज स्वतंत्र कर रहा है। ഒരു കുടുംബത്തിനകത്തിരുന്ന് ഒരു മാതാവ് ഒരു പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ, और एक ही परिवार में एक माता और एक पिता जब प्रार्थना करते हैं, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ആ കുടുംബത്തിൽ നിന്ന് നടക്കും. आपके लिए एक अद्भुत कार्य उस परिवार में प्रभु करेगा। അതിനകത്ത് ബന്ധിക്കപ്പെട്ട ആ വ്യക്തിയെ ദൈവം സ്വതന്ത്രമാക്കും. वहां उसके अंदर आमीन बंधन हुआ ऐसे अनुभव में पड़े हुए लोग को परमेश्वर स्वतंत्र करेगा। ചില വ്യക്തികളെ ചില ചിന്തയിൽ ലോക്ക് ചെയ്യപ്പെട്ടത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. कई लोगों के जीवन में कई विचारों में वे ऐसे बंद किया गया है, ऐसे एक दृश्य प्रभु की आत्मा में दिखा रहा है। ദൈവികമായത് ചിന്തിക്കാൻ കഴിയാതെ ലൗകികമായത് ചിന്തയിൽ കുടുങ്ങിപ്പോയ വ്യക്തികൾ, और स्वर्ग की बातों की और कभी विचार ना कर पाने वाली अनुभवें हैं, और सारे पृथ्वी के संसारिक बातों में फंसे हुए अनुभव में वे लोग हैं। പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ ആ കെട്ടപ്പെട്ട വ്യക്തികളെ ദൈവം ഇന്ന് സ്വതന്ത്രമാക്കും. वे लोग उसमें से स्वतंत्र होना चाहते भी हैं, लेकिन वे स्वतंत्र नहीं हो पा रहे। ऐसे बंधे हुए अवस्थाओं में प्रभु की आत्मा कई लोगों को दिखा रहा है। താക്കോൽ കയ്യിലുള്ള മാതാവേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ और जो आमीन अपने हाथ में कुंजी रखकर रहने वाली उन माताएं, जब आप प्रार्थना करेंगे, താക്കോൽ കയ്യിലുള്ള പിതാവേ, ദൈവത്തിന്റെ അഭിഷിക്തനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ ചിലത് അഴിയും. जो पिताएं अपने हाथों में वो कुंजी रखे हैं, अभिषिक्त लोग जो अपने हाथों में कुंजी रखते हैं, वे लोग प्रार्थना करते हैं तो जो बंधे हुए हैं वे खुल जाएंगे। ശക്തമായ പ്രാർത്ഥന നിങ്ങൾ ആയിരിക്കുന്നിടത്തുനിന്ന് ഉയരട്ടെ. और एक सामर्थी प्रार्थना आप जहां पर भी बैठे हैं वहां से उठने पाए। നിങ്ങളുടെ വാവിസ്താരത്തിൽ തുറന്ന് ദൈവത്തോട് യാചിച്ചു തുടങ്ങട്ടെ. आपका मुंह आमीन खोलकर आप परमेश्वर से प्रार्थना और याचना करना शुरुआत करें। ആ അവിഹിത ബന്ധത്തിൽ കുടുങ്ങിപ്പോയ ചിന്തയിൽ ഉടക്കി നിൽക്കുന്ന ആ ചിന്തകളിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. और अवैध संबंध में ऐसे विचारों में पड़े हुए, ऐसे चिंताओं में पड़े हुए लोगों जब प्रार्थना करेंगे तो आपका उस बंधन को परमेश्वर खोल देगा। ചില അഡിക്ഷനുകളെ ദൈവം പൊട്ടിക്കും. कई ऐसे लतों को परमेश्वर निकाल देंगे। ഫോണിൽ അഡിക്റ്റായ ചില തലമുറകളെ ദൈവം വിടുവിക്കും. और फोन में लत लगने वाले अनुभव में कई ऐसी पीढ़ियों को परमेश्वर वहां से स्वतंत्र कर रहा है। പഠിക്കാൻ മനസ്സനുവദിക്കാതെ, और पढ़ने का कोई भी हमें इच्छा ना रखने वाला, ചിന്ത മുഴുവനും മറ്റ് ലൗകിക കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന ദുഷ്ടാത്മ സേനകളെ ദൈവം തകർക്കും. और पढ़ने की कोई इच्छा ना रखते हुए सारे विचार जो हैं वो दुनिया की चीजों में ले चलने वाले ऐसे दुष्ट का जो बंधन है उसे परमेश्वर तोड़ने जा रहा है। അവിഹിത ബന്ധങ്ങളിൽ കുടുക്കി കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന പൈശാചിക മേഖലകൾ ഇന്ന് പകൽ തകരും. और हमें अवैध संबंध को रखकर पारिवारिक संबंधों को तोड़ने वाले ऐसे शैतान की कार्यों से परमेश्वर कईयों को स्वतंत्र करेगा। ഇവിടെ അഴിക്കുമ്പോൾ സ്വർഗത്തിൽ ആ കെട്ടുകൾ അഴിയും. यहाँ पर जब उसे खोल दिया जाएगा तो स्वर्ग में आपका बंधन खुल जाएंगे। അനേക കുടുംബങ്ങളെ ദൈവം തൊടുകയാണ്. अनेक परिवारों को परमेश्वर छू रहा है। ചില കുഞ്ഞുങ്ങളെ ദൈവം തൊടുകയാണ്. कई बच्चों को परमेश्वर छू रहा है। അടയ്ക്കപ്പെട്ട റൂമിനകത്തു നിന്നും പുറത്തു വരാൻ കഴിയാതെ
ബന്ധിക്കപ്പെട്ട ചില തലമുറകൾ और ऐसे बंद द्वारों में से बाहर ना पाने वाले अनुभव में ऐसे पाए जाने वाले कई ऐसे पीढ़ी जो हैं, വിദ്യാഭ്യാസമുണ്ടെങ്കിലും പഠിത്തമുണ്ടെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിലും ജോലിക്ക് പോകാൻ കഴിയാതെ, ജോലി അന്വേഷിക്കാൻ മനസ്സ് കാണിക്കാതെ, ചില ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ, ചില ചിന്തകളിൽ കുടുങ്ങിപ്പോയ ചില വ്യക്തികളെ ഈ പകൽ ദൈവം വിടുവിക്കുകയാണ്. और पढ़ाई लिखाई है, अच्छा आमीन, सब कुछ है, लेकिन एक नौकरी के लिए आमीन ना इच्छा रखने वाले कई ऐसे संबंध में फंसकर पड़े हुए कई ऐसे पीढ़ियों को परमेश्वर की आत्मा आज स्वतंत्र कर रहा है। ചില ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി പട്ടണങ്ങളുടെ വാതിൽ തുറക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. कई परमेश्वर के अभिषिक्तों के लिए कई ऐसे आमीन शहरों का द्वार खुलते हुए अनुभवों को परमेश्वर दिखा रहा है। നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ ദൈവം തുറക്കും. आपके सामने बंद हुआ जो भी द्वार है वो प्रभु खोल देंगे। ഈ 8ാം മാസം ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും. और ये 8वें महीने में परमेश्वर की आशीषों को आप अपने जीवन में देखेंगे। യേശുവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതും यीशु मसीह का हाथ आपके लिए हलचल करने वाला कार्य करेगा। ദൈവത്തിന്റെ പ്രൊവിഷൻ നിങ്ങളുടെ കയ്യിൽ വരുന്നതും और परमेश्वर का जो भी प्रबंध है वो आपके हाथों में आप प्राप्त करने वाले अनुभव में आप आए। നിങ്ങളുടെ പടകിന് ദൈവം സ്ഥലം പോരാതെ വരുവോളം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതും ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ്. आपकी जो नाव है वो ऐसे परमेश्वर भर देगा ताकि उसमें कोई जगह ना रहे। ऐसे एक आत्मा में दृश्य देखकर मैं आपके लिए आमीन भविष्यवाणी करता हूँ। നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്നും വലിയൊരു വിശാലത ഉണ്ടാകുവാൻ, आप आज पाए जाने वाले एक तंगी की अवस्था में से एक बड़ी विशाल अनुभव में प्रभु आपको ले चलेगा। ദൈവത്തിന്റെ കരം ചലിക്കുന്നത് ആത്മാവിൽ ഞാൻ ഫീൽ ചെയ്തു. परमेश्वर का कार्य होते हुए आत्मा में मैं उसको अनुभव कर रहा हूँ। നിങ്ങളുടെ പടകിനെ ദൈവം നിറയ്ക്കും. आपका जो नाव है उसे प्रभु भर देगा। സ്വർഗീയ സന്തോഷം കൊണ്ട് ദൈവം നിങ്ങളുടെ ഭവനങ്ങൾ നിറയ്ക്കും. स्वर्गीय आशीष या आमीन जो खुशियां हैं उसी से प्रभु आपको भर देंगे। വെളിച്ചം വീശുമ്പോൾ ഇരുൾ വഴിമാറി പോകുന്നത് പോലെ ഈ ഭൗമിക മേഖലകളിൽ വ്യാപരിച്ചു നിന്ന കൂരിരുകൾ നിങ്ങൾ വിട്ടുമാറുകയാണ്. और जैसी प्रकाश चमकती हैं तो अंधकार निकल जाता है, वैसे आपके जीवन में अंधकार भरी अवस्था में पड़े हुए सारे अनुभव परमेश्वर का आशीषों को जब आप प्राप्त करेंगे तो आपके जीवन में आपको अनुभव होगा। മുന്നോട്ടുള്ള നിങ്ങളുടെ വഴികളെ ദൈവം അനുഗ്രഹിച്ചു തരും. और आगे की जो भी रास्ता है वो प्रभु आपके लिए आशीषमय बना कर देंगे। ദൈവിക നന്മകളെ മുടക്കി നിർത്തിയ പൈശാചിക മേഖലകളെ ദൈവം തകർത്തു കഴിഞ്ഞു. और परमेश्वर की आशीषों को रोक कर रखने वाले जो भी शैतान की ताकतें थी उसे प्रभु ने तोड़ दिया है। ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുന്നു. परमेश्वर का हाथ आपके लिए अनुकूल रीति से काम करेगा। കോരസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, और कुस्रू से परमेश्वर की आत्मा इस प्रकार कह रहा था, നിന്റെ മുമ്പിൽ വാതിലുകൾ അടയാതിരിക്കേണ്ടത് और तेरे सामने द्वार बंद ना हो रह जाए। ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. मैं तेरी दाहिने हाथ को थाम रखा हूँ। നിന്റെ മുമ്പിൽ ഈ ലോകത്തിലെ വാതിലുകൾ അടയാൻ സാധ്യതയുണ്ട്. और तेरे सामने भी इस दुनिया की कई द्वारें बंद होने की संभावनाएं बहुत है। അതിനെ അടയ്ക്കാൻ വ്യക്തികളും ശക്തികളും സജ്ജമായി നിൽക്കുന്നുണ്ട്. और उसे बंद करने के लिए लोग और सामर्थ्य जो हैं वे बहुत तैयारी के साथ खड़े हैं। എന്നാൽ നിന്റെ കരം ഞാൻ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം और ये बात को ध्यान रखना है कि जब तक तेरे हाथ को मैं थाम रखा हूँ, നിന്റെ വലം കൈ ഞാൻ പിടിച്ചിരിക്കുന്നിടത്തോളം സമയം तेरे दाहिने हाथों को जब तक परमेश्वर ने थाम कर रखे हैं तब तक നിന്റെ മുമ്പിൽ വാതിലുകൾ അടയത്തില്ല. तेरे सामने कभी भी द्वार बंद नहीं होंगे।
ഈ പ്രഭാതത്തിൽ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും आज सुबह के समय में स्वर्ग की ओर अपनी आंखों को निहारने वाले एक एक लोगों को ദൈവത്തിന്റെ കരം നിങ്ങളെ സ്പർശിക്കുന്നു. परमेश्वर का हाथ आपके ऊपर प्रभु रखता है। ഈ പകൽ ഈ ദൈവത്തിന്റെ കരം നിങ്ങളുടെ കരത്തെ പിടിക്കാൻ ഒന്ന് അനുവദിക്കാമോ? आज सुबह के समय में वो परमेश्वर का हाथ आपके ऊपर रखने के लिए क्या आप अनुमति देंगे? അങ്ങനെയുള്ളവർ ആ വലം കരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി. ऐसे लोग अपने दाहिने हाथ को स्वर्ग की ओर उठाएंगे। ആ വലം കരം സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞ കോരസിന്റെ വലം കൈ പിടിച്ചതുപോലെ എന്റെ ഈ വലം കൈ അങ്ങ് പിടിക്കണമേ. और ऐसे लोग स्वर्ग की ओर देखकर ये बात को परमेश्वर से प्रार्थना में कहना है कि जैसे आप हाथ को थामा वैसे मेरे भी हाथ को थाम रखे प्रभु। നിങ്ങൾ ഉയർത്തിയപ്പോ തന്നെ ഈ ഭൂമിയിലുള്ള ഏതൊക്കെയോ ശക്തികൾ നിങ്ങളുടെ കരത്തെ പിടിച്ചിരുന്നത് ഇപ്പോൾ അത് അഴിഞ്ഞു മാറുകയാണ്. और जैसे ही आपने अपने हाथों को उठाने की जो तैयारी की तभी से ही परमेश्वर के आमीन जो सामर्थ्य आपके ऊपर कार्य कर कर इस पृथ्वी के कई ऐसे अधिकार आपके हाथों से छूट गया है। ദൈവം തുറക്കുന്ന നന്മകൾ നിങ്ങളുടെ കയ്യിൽ വരാതെ തട്ടി മാറ്റുവാൻ തക്കവണ്ണം നിങ്ങളുടെ കരങ്ങളെ പിടിച്ചിരുന്ന കറുത്ത കരങ്ങളെ ദൈവം വെട്ടി മാറ്റുകയാണ്. और आपके हाथों में आशीष ना आने की रोकने वाले वेग अंधकार की शक्तियों को यीशु मसीह के नाम से निकाल दिया जाता है। ഇനി മുതൽ നിങ്ങളുടെ കരം മറ്റു വ്യക്തികളല്ല പിടിക്കുന്നത്, യേശു നിങ്ങളുടെ കരത്തെ പിടിക്കുകയാണ്. आज से लेकर अब से कोई और आपके हाथों को नहीं पकड़ेंगे परंतु यीशु मसीह आपके हाथों को थाम रखते हैं। ഈ കൈ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. और ये हाथ जहां पर भी छुआ जाएगा वे आशीषमय होंगे। ഈ കരം വയ്ക്കുന്ന വാതിലുകൾ തുറക്കും. और जो हाथ आमीन जो द्वारों पर रखेंगे वे सब आशीषित होंगे। ഈ കരം കൊണ്ട് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും. और ये हाथों से आप जो भी करेंगे वे सब संभव हो जाएगा। ഇതുവരെ പരാജയപ്പെട്ടു പോയ പരീക്ഷകളിൽ നിങ്ങൾ ഇനി എഴുതുമ്പോൾ ജയിക്കും. और आज तक पराजय अनुभव किए हुए जो परीक्षाएं में आप लोग शामिल हैं वे सब आमीन आपसे आमीन विजय प्राप्त करेंगे। ഇതുവരെ നിങ്ങൾ ശ്രമിച്ചിട്ടും അപ്ലൈ ചെയ്തിട്ടും ലഭിക്കാത്തത് ഇന്ന് നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് ലഭ്യമാകും. अब तक आपने परिश्रम किया और आपने कोशिश कर कर ना प्राप्त हुए वो सब आप अब से कोशिश करेंगे तो प्राप्त करेंगे। അതിന്റെ പ്രധാന കാരണം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ചിരിക്കുകയാണ്. उसका मुख्य कारण यह है क्योंकि स्वर्ग का परमेश्वर ने आपके हाथों को थाम रखा है। അശുദ്ധാത്മാവ് ഇതിനകത്ത് അഴിഞ്ഞു മാറിയ आमीन जो अशुद्ध आत्मा है इसमें से निकल जाता है। ഇനി നിങ്ങളെ നയിക്കുന്നത് ദൈവമാണ്. आज से आपका जो अगुवाई करने वाला वो परमेश्वर है। ഈ വലങ്കരം പിടിച്ചിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് മുമ്പായി പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ദുർഘടങ്ങൾ നിരപ്പാകുന്നു. ये हाथ को पकड़े हुए वो परमेश्वर आपके आगे आगे जब चलेगा तो आपके सामने जो भी रुकावटें हैं उसको परमेश्वर दूर कर देगा। വളഞ്ഞ വഴികളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ദൈവം നേരെയാക്കും, സ്ട്രെയിറ്റ് ആക്കും. हर एक टेढ़ी मेढ़ी रास्ताओं को परमेश्वर आपके लिए सीधा कर कर देगा। ഇനിയും നിങ്ങൾ ഇട്ടാവട്ടം നിന്ന് കറങ്ങേണ്ട കാര്യമില്ല. തന്നെയും പിന്നെയും ആവർത്തിച്ച് ഒരു വട്ടത്തിനകത്ത് കറങ്ങുന്നത് പോലെ നിങ്ങൾ കറങ്ങത്തില്ല. നിങ്ങളുടെ മുമ്പിൽ സ്ട്രെയിറ്റ് വഴി ദൈവം തുറക്കുന്നു. अब आप अब से लेकर आप एक ही सीमा में एक ही स्थान में घूमते हुए अवस्थाओं में या आमीन जो आपने प्राप्त किया है उसी को दोहराते हुए अवस्थाओं में नहीं रहेंगे। आप आज से लेकर आशीष में अनुभव में बदलता जाएगा। കർത്താവേ, ആ അധികാരം ദൈവം ഈ മക്കൾക്ക് കൈമാറുന്നതിന് നന്ദി പറയുന്നു. हे प्रभु आप वो अधिकार इन बच्चों को आप दे रहा है इसलिए हम आपको धन्यवाद करते हैं। ലിമിറ്റേഷന്റെ ബൗണ്ടറികൾ ദൈവം പൊട്ടിച്ചതിന് നന്ദി പറയുന്നു. सारी सीमाओं की जो भी जो सीमा है उसे आपने तोड़ दिया है इसलिए धन्यवाद।
സർപ്ലസ് ആയിട്ടുള്ള അനുഗ്രഹത്തിലേക്ക് ഈ മക്കളെ ദൈവം പ്രവേശിപ്പിക്കണമേ. बहुतायत के अनुग्रह की अनुभव में ये लोगों को आप ले चले प्रभु। പുതിയ വഴികൾ ഈ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. नए रास्ताओं को आप इन बच्चों के लिए खोल कर दे प्रभु। വറ്റിപ്പോയ ഉറവയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പുതിയ ഉറവ ദൈവം തുറക്കും. और जो सूखी हुई आमीन कुएं के सामने बैठकर रोने वाले लोगों के लिए नए आमीन कुओं को परमेश्वर खोल कर देगा। വറ്റിപ്പോയ സന്തോഷം ദൈവം തിരികെ കൊടുക്കും. और सूखी हुई जो आनंद के अनुभव है उसे परमेश्वर लौटा कर देगा। നിന്നുപോയ നന്മകൾ ഈ പകൽ ഓപ്പൺ ആകും. और आपके लिए जो थम गई हैं वे भलाई आशीषों को परमेश्वर आज से आपको खोल कर देंगे। കാക്കയുടെ വരവ് നിന്നുപോയ ചില വ്യക്തികൾക്ക് വേണ്ടി സാരാഭാത്തിലേക്കുള്ള വഴികൾ ദൈവം തുറക്കും. और कौवे का जो आगमन है रुक गए ऐसे अनुभव में रहने वाले कई लोगों के लिए साराफात का जो रास्ता है वो प्रभु आपके लिए खोल कर देगा। ഈ പകൽ സ്വർഗത്തിലെ കിളിവാതിൽ ഒരു വ്യക്തിയെ പോലും മാറ്റി നിർത്താതെ ആ കിളിവാതിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നതിന് നന്ദി പറയും. आज सुबह के समय में स्वर्ग की उन खिड़कियों को एक भी व्यक्ति को दूर न करते हुए हम सबके लिए आपने वो खोल कर दिया है, इसलिए हम आपका धन्यवाद करते हैं। ആ സ്വർഗീയ നന്മകൾ പ്രാപിച്ച് ക്രിസ്തുവിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. उस स्वर्गीय आशीषों को भलाइयों को प्राप्त करते हुए मसीह में हम दिन प्रतिदिन बढ़कर आने के लिए हम में से एक एक को आप अनुग्रह कर सहायता कर ये हम प्रार्थना करते हैं। എല്ലാ ഭവനങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കും. हर एक परिवार को हर एक व्यक्ति को प्रभु के दासों को उनकी सेवकाइयों को प्रभु आप आशीषित कर ടോം സംഭാഷകൻ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം സൂക്ഷിക്കും, കൃപയ്ക്കുള്ളിൽ പൊതിയും. और थॉमसन पास्टर उनके परिवार को भी आशीष कर प्रार्थना करते हैं जहां पर भी है प्रभु उनको सहायता और मदद करने पाए। പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. प्रार्थना सुना इसलिए धन्यवाद यीशु मसीह के नाम से, आमीन।